ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ പാർട്ട് 3 വരെയുള്ളത് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് 4ലേക്ക് പോവാം. ഇത് ആക്ച്വലി എൻ്റെ സ്റ്റോറിയാണ്, പക്ഷെ എൻ്റെ സ്റ്റോറിയും കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റോറിയും കൂടിയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സ്റ്റോറി എന്നുള്ളത്. അപ്പോ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഞാൻ ദിലീപാണ്. നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും, അതായത് ആണായിട്ട് ജനിക്കുന്നതിനല്ല ആണായിട്ട് ജീവിക്കുന്നതിലാണ് ബുദ്ധിമുട്ടെന്ന്. അത് സത്യമാണ്. ശരിക്കും ആണായിട്ട് ജീവിച്ച് കാണിക്കുന്നതിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഈ ഞാനും. അപ്പോ ഈ ഞാൻ മാത്രമല്ല, ഈ സീഫറസ് ആയിട്ട് കുറെ പേരുണ്ട്, അവരും ഉണ്ട്. ആണായിട്ടുള്ളവർ എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് എന്തായാലും സഹിച്ചാണ് ലൈഫിൽ. സോ എന്റെ സ്റ്റോറിയിൽ ഞാനിപ്പോ ഷിപ്പിലാണ് ഉള്ളത്. അതായത് ഈ ഏജന്റ് ത്രൂ കയറിയിട്ട് ഞാൻ ഷിപ്പിൽ എത്തി. അവിടെ എത്തി ഞാൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ മറ്റുള്ളവരായിട്ട് നമ്മളെ സീമാൻസിനുമായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എന്റെ സ്റ്റോറിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വൈപ്പർ ആയിരുന്നു മൂപ്പർ. ഡൽഹിയിലെ, അതായത് UP-യിലെ നോയിഡ എന്നുള്ള സ്ഥലത്തിലാണ് ജീവിക്കുന്നത്. സോ ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഷിപ്പിങ്ങിലേക്ക്, അതായത് ഫസ്റ്റ് ഷിപ്പായിരുന്നു അത്, അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് കയറി വന്നത് എന്നുള്ള സ്റ്റോറി ഞാൻ മൂപ്പടുത്ത് ചോദിച്ചപ്പോ അതൊരു വളരെ എന്താ പറയുന്നത്, സിനിമ സ്റ്റൈലിലുള്ള സ്റ്റോറി ആയിരുന്നു മൂപ്പറത്. അപ്പോഴാണ് നമ്മൻ എൻ്റെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഇവിടത്തേക്ക് ഞാൻ എത്തിച്ചേർന്നത്. അപ്പൊ മൂപ്പർ നോയിഡയിലാണല്ലോ. മൂപ്പർ ഇതുപോലെ ഇങ്ങനെ കുറേയേറെ പരതി നടന്ന് അവസാനം ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നപ്പോ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഏജന്റ് ത്രൂ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ ഈ ഫേസ്ബുക്ക് വഴിയെല്ലാം കുറേയേറെ ഏജൻസികൾ നോക്കാൻ തുടങ്ങി. അപ്പോ അങ്ങനെ ഒരു ഏജൻസിനെ കിട്ടി മൂപ്പർക്ക്. അപ്പോ ഡൽഹി തന്നെയാ. അപ്പൊ മൂപ്പർ വിചാരിച്ചു മുംബൈയിലൊന്നും പോയിട്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഡൽഹിയിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഡൽഹിയിലെ ഒരു ഏജൻസിനെ അവര് ഫേസ്ബുക്ക് വഴി കണ്ടെത്തി. അങ്ങനെ മൂപ്പർ അവരുമായിട്ട് നല്ലപോലെ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വൈപ്പറായിട്ട് കയറണമെങ്കിൽ, ഓയിൽ ടാങ്കറിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം റുപ്യ നിങ്ങൾ സർവീസ് ചാർജ് തരേണ്ടി വരും. അപ്പം പറഞ്ഞു ഓക്കെ, ഞാൻ സർവീസ് ചാർജ് തരാം. അവ കുറച്ച് നല്ല ഒരു ഫാമിലിയുള്ള വ്യക്തിയാണ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ്. അപ്പോ മൂപ്പർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പർ കുറച്ച് ഏജ്ഡ് ആയിട്ടാണ് നമുക്ക് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ മൂപ്പർക്ക് ഏകദേശം 28-29 വയസ്സുണ്ട്. അപ്പൊ അപ്പോഴാണ്, കുറച്ച് മുമ്പാണ് GP റേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നത്. അപ്പൊ മൂപ്പർ ബിസിനസ് ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഏജന്റ് ഒക്കെ സംസാരിച്ച് ഏജന്റ് പറഞ്ഞു, ഇന്ന ദിവസം നിങ്ങൾക്ക് ഷിപ്പ് മുംബൈയിലെത്തും. അപ്പൊ ഡൽഹി എന്തായാലും പോർട്ടില്ലല്ലോ, ഡൽഹി നടുക്കാണല്ലോ. സോ അത് പറയാനില്ല. അപ്പൊ മുംബൈയിൽ പോർട്ട് എത്തും, മുംബൈയിൽ നിങ്ങൾക്ക് ജോയിനിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫീ അടക്കണം. പിന്നെ കൂടാതെ നിങ്ങൾ കമ്പനിയിൽ വന്നിട്ട് സംസാരിക്കണം. ഇന്റർവ്യൂ എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ഉണ്ടാവുകയാണ്. അപ്പോ എന്താ പറയേണ്ടത്, ഒരു വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോ കോൾ വിളിച്ചിട്ട് അവരെന്താക്കിയെന്ന് പറഞ്ഞാൽ, ഒരു നോർമലായിട്ട് നമനല്ലേ, എന്താണ് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ വർക്ക് അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചിട്ട് അവനെ വിശ്വസിച്ചെടുത്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇന്ന ദിവസം നിങ്ങൾക്ക് ജോയിനിങ് ഉണ്ടാവും, 2-3 ദിവസത്തിനുള്ളിൽ ജോയിനിങ് ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ, നാളെ തന്നെ നിങ്ങൾ വണ്ടി കയറി നിങ്ങൾ ഡൽഹിയിൽ എത്തണം. ഓക്കെ, ന്യൂ ഡൽഹിയിൽ എത്തണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഓക്കെ, ന്യൂ ഡൽഹിയിൽ എത്താം എന്ന് പറഞ്ഞു. അപ്പോ അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ ഒക്കെ എല്ലാം സംസാരിച്ച് ഒക്കെ എല്ലായിടത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് മൂപ്പറ് ഡൽഹിയിൽ എത്തി. ഓക്കെ. അപ്പൊ ഡൽഹിയിൽ വരെ അപ്പൊ സ്വന്തമായിട്ട് കാറുണ്ട്, കാറ് വരെ അവിടെ എത്തി. എന്നിട്ട് അപ്പൊ കസിൻ ആയിരുന്നു, കസിന്റെ അടുക്ക ടാറ്റ ബൈ ബൈ പറഞ്ഞ് കസിൻ തിരിച്ചുപോയി. അപ്പൊ മൂപ്പർ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് കാത്തിക്കാൻ പറഞ്ഞു. അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവര് പറഞ്ഞു, നമ്മൾ കമ്പനിയുടെ വണ്ടി അങ്ങോട്ട് അയക്കും, അപ്പൊ അവരാണ് നിങ്ങളെ പിക്കപ്പ് ചെയ്തിട്ട് കമ്പനിയിലേക്ക് കൊണ്ടുവരുവാന്ന്. അന്നേരം പറഞ്ഞു ഓക്കെ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കമ്പനിയുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയാണ് അവൻ അയച്ചത്. ഓട്ടോറിക്ഷ അയച്ചിട്ട് ഓട്ടോറിക്ഷയിൽ ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു എക്സ്ട്രാ ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ നമനല്ലേ എന്നെല്ലാം പറഞ്ഞ് ഷെയ്ക്ക് ഒക്കെ ചെയ്തു. വെൽക്കം ടു സീഫറസ് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് അവന് ലഗേജ് ഒക്കെ അവന്റെ ബാക്കിൽ എടുത്ത് വെച്ച് അവനെ ഇരുത്തിച്ച്, എന്നിട്ട് നേരെ അവനെ കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞു, ഇപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കമ്പനിയിലേക്ക് പോകുന്നില്ല, അപ്പോ നമുക്കിപ്പോ ഒരു റൂം തന്നിട്ടുള്ളൂ, കമ്പനി റൂം തന്നിട്ടാ ഉള്ളത്. അപ്പൊ ഇവൻ ചിന്തിച്ചു, കാരണം അവന് അറിയുന്ന കുറെ പേരുണ്ടായിരുന്നു സീഫറസ്. അപ്പൊ അവരെല്ലാം പറഞ്ഞു തന്നത്
നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കമ്പനീന്റെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കമ്പനി സെലക്ട് ചെയ്ത് എഗ്രിമെന്റ് പ്രൊസീഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജോയിനിങ് ഉണ്ടാവുക. ഫോം 1 ഒക്കെ ആവും, ആക്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടിക്കറ്റ്സും കാര്യങ്ങളും പിന്നെ റൂമും തരിക. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ ഡിലേ ആണെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒന്നുമില്ലാതെ ഡയറക്റ്റ് വന്ന പറഞ്ഞ കമ്പനി സ്റ്റേ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അതായത് ഇവൻ എന്താക്കി, ഓക്കെ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടിക്കൊണ്ട് പോയത് ഒരു എന്താ പറയേണ്ടത്, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു റൂം, അങ്ങനെയുള്ള ഒരു റൂം, ഒരു പഴഞ്ചൻ ഒരു ബിൽഡിങ്, ആ ഒരു ബിൽഡിങ്ങിലേക്ക് അവനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതാണ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത റൂം എന്ന്. അവൻ ഇങ്ങനെ എന്ത് പൊട്ടൻ കമ്പനി ആയത്, ശരിക്കും ഇങ്ങനെയുള്ള റൂമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് പറ്റും. അപ്പൊ നോക്കുമ്പോൾ വെറും വൃത്തികേട്, അവിടെയും ഇവിടെയൊക്കെ കച്ചറയ്ക്കാൻ നിറഞ്ഞു കിടക്കാണ്. അപ്പൊ മൂപ്പറ റൂമിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു നിങ്ങൾ റൂമിൽ നിന്നോളൂ, ലഗേജ് ഇതാ, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. അപ്പൊ പറഞ്ഞു ഓട്ടോ ചാർജ് കൊടുക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞ കമ്പനി കൊടുക്കൂലേ, അതെല്ലാം നിങ്ങൾക്ക് റീഎംബേഴ്സ്മെന്റ്, അതായത് ഫസ്റ്റ് സാലറി വരുമ്പോൾ അത് നിങ്ങൾ ഈ ബില്ലൊക്കെ തരും, അന്നേരം അത് റീഎംബേഴ്സ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും 1 മാസം സാലറിയിൽ. അപ്പൊ ഇവര് ഓക്കെ പറഞ്ഞു, ഓക്കെ ശരി അന്ന് ചെയ്യാൻ പറ്റും. അവൻ അത് ബിൽ അടച്ചു. 200 രൂപ എങ്ങാനായിരുന്നു അവന്റെ ഓട്ടോ ചാർജ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏജന്റ് പറഞ്ഞു നല്ലപോലെ റെസ്റ്റ് എടുത്തോളൂ, കാരണം ഇന്നിപ്പോ കമ്പനിയിലേക്ക് വിളിക്കുമായിരിക്കും, കമ്പനി എന്തായാലും വൈകുന്നേരം വിളിക്കും, നിങ്ങൾ എന്തായാലും ഇപ്പൊ ഡിലേ രാവിലെ ആയിരുന്നു ഇന്റർവ്യൂ, സോ നിങ്ങൾ വന്നത് ഇപ്പോ ഏകദേശം 11 മണി വരെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈവനിങ് ആയിരിക്കും ഇന്റർവ്യൂ എന്ന്. അവൻ പറഞ്ഞു ഓക്കെ. അപ്പോ ഫുഡൊക്കെ ഇവിടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ഫുഡൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. ഇവൻ വീട്ടിലൊക്കെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, റൂം വന്നിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള റൂമാണ്, പക്ഷെ മോശമില്ല, ആദ്യമായിട്ടല്ലേ, അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് കയറി പറ്റുമല്ലോ വേണ്ട, അല്ലാണ്ട് ഇവിടെ തന്നെ താമസിക്കാനല്ലല്ലോ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനും മനസ്സുകൊണ്ട് അവൻ ആശ്വസിപ്പിച്ച് മറ്റുള്ളവരും ആശ്വസിപ്പിച്ചു. അപ്പോ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഫുഡ് കൊടുത്തു, ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഇവന് ഫുഡിന്റെ കൂടെ ഒരു കൂൾ ഡ്രിങ്ക് കൊടുത്തു, ഒരു മാംഗോ ജ്യൂസ് കൊടുത്തു ഒരു വലിയ ഗ്ലാസ്സിൽ. അപ്പോ ജ്യൂസ് അവൻ കുടിച്ചു. ജ്യൂസ് കുടിച്ചതിന് ശേഷം അവന് ഫുള്ള് ഒരു തലകറക്കം പോലെ ഉണ്ടായി. അതായത് ഏകദേശം കള്ള് കുടിച്ചതിന്റെ ഒരു ഫീലിംഗ് ആയിരുന്നു, ഹാങ് ഓവർ ആയിരുന്നു. അപ്പൊ വിചാരിച്ചു എന്താ ഇത് ഭയങ്കര ഹാങ് ഓവർ ആണല്ലോ. പിന്നെ കരുതി വേറെ എന്തെങ്കിലും അവന് വല്ല BP ലോവോ അല്ലെങ്കിൽ വല്ല ഷുഗറിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും, ഇല്ലാണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ആയതായിരിക്കും കരുതി അവൻ അത് നോർമലായിട്ട് വിട്ടു. അപ്പൊ മൂപ്പർ നല്ലോണം ബ്രെഡ് അടിക്കുന്ന ആളാണ്. അപ്പോ മൂപ്പർക്ക് നല്ല പവർ സ്റ്റാമിന ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് മൂപ്പർ വീണിട്ടില്ല. മൂപ്പർ ഇങ്ങനെ ആ ഒരു അബോധാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫീലിംഗിലായിരുന്നു. പിന്നെ ഏജന്റിലെ അവര് അകത്ത് കയറിയപ്പോ ഇവനുണ്ട് ഇങ്ങനെ ആടുന്നത് പോലെ. അപ്പൊ പറഞ്ഞു എന്താ പറ്റിയെന്ന്. അപ്പൊ പറഞ്ഞു എനിക്ക് തീരെ കഴിയുന്നില്ല, തലയിറങ്ങാൻ കറങ്ങുന്നുണ്ട്. ഓ ആണോ എന്താ പറ്റിയ, കുറെ സമയമായോ? ഇല്ല, കുറച്ച് സമയമായി, ഞാനിങ്ങനെ അരമണിക്കൂറായി എനിക്കിങ്ങനെ തല കറങ്ങുന്നു. അപ്പോ ഇവർ വിചാരിച്ചു ഇവന്റെ ബോധം പോയിട്ടില്ല, അപ്പൊ ഇനി ബോധം കളയണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരെന്താക്കി, രണ്ടാമത് ഇവർക്ക് വേറെ എന്തെങ്കിലും ഒരു ജ്യൂസ് കൊടുക്കുന്നു പറഞ്ഞാൽ ലെമൺ ജ്യൂസ് കൊടുത്തു. ലെമൺ ജ്യൂസിന്റെ അകത്ത് നല്ലപോലെ നല്ലൊരു മയക്കുമരുന്ന് കൊടുത്ത് ഇവന് കൊടുത്തു. ഇവൻ അത് ഓക്കെ നല്ല ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കുക ചെയ്തേ. സോ ഇവൻ വിചാരിച്ചു ഓക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇവൻ എടുത്ത് കുടിച്ചു. ഇവൻ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ പറയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും ഓർമ്മയില്ല, പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു തല കറങ്ങുന്ന പോലെ ഇങ്ങനെ വീഴുന്നത് പോലെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഓക്കെ, അപ്പൊ നോക്കുമ്പോ ഇത് ഒരു ഫേക്ക് ഏജൻസികളാണ്. ഓക്കെ, ഈ തട്ടിപ്പ് നടത്തുന്ന പരിപാടിയാണ്. അതായത് സാധാരണ ഇൻഡയറക്ട്ലി ആണ് അവര് ഫോണിലേക്ക് കൂടി സംസാരിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്, പൈസയൊക്കെ തട്ടിപ്പ് നടത്തുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടീനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ കയ്യിലുള്ളവരെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഇവര് ഓൾറെഡി അകത്തുണ്ടല്ലോ, ഉറങ്ങിയെന്ന ശേഷം ഇവരെന്താക്കിയെന്ന് പറഞ്ഞാല് ഇവന്റെ ലഗേജ്, ഇവന്റെ ഒരു വലിയ ലഗേജും പ്ലസ് നമ്മളെ ഹാൻഡ് ബാഗ്സ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലഗേജ് ഉണ്ടായിരുന്നു. ആ ലഗേജ് ഒക്കെ തല്ലിപ്പൊളിച്ച് ആ ലഗേജിലുള്ള മെയിൻ ആയിട്ട് അവൻ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഷാമ്പു സോപ്പ് വരെ അവരടിച്ചു മാറ്റി കൊണ്ടുപോയി. പ്ലസ് ഇവന്റെ ഹാൻഡ് ബാഗ് മൊത്തമായിട്ട് കൊണ്ടുപോയി. ആ ഹാൻഡ് ബാഗിന്റെ അകത്ത് ഇവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന 2 ലക്ഷം രൂപയും പിന്നെ ഇവന് ചെലവിനായിട്ട് കുറച്ച് ഒരു 40,000 രൂപയോളം വരും. ആ ഒരു എമൗണ്ടും 2,40,000 രൂപ ഉണ്ടായിരുന്നു. പ്ലസ് ഇവന്റെ കഴുത്തില് മാല ഉണ്ടായിരുന്നു, ഗോൾഡ് മാല, ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, പ്ലസ് ഇവന് റിങ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അഴിച്ചു മാറ്റി അതിനുശേഷം ഇവൻ എന്താ ചെയ്തെന്നറിയോ, ഇവന്റെ പേഴ്സിന്ന്
ഉള്ള ആ എമൗണ്ടും കൂടി എടുത്തതിന് ശേഷം ഇവന്റെ കൈമേലുള്ളത് ഐഫോണാണ്. ഐഫോൺ എടുത്തിട്ട് ലോക്ക് ഓൺ ആക്കാൻ നോക്കുമ്പോൾ അത് ഓൺ ആക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവരെന്താക്കിയെന്ന് പറഞ്ഞാല് നേരെ അവന്റെ ഫിംഗർ എടുത്തിട്ട് ഓൺ ആക്കി, എന്നിട്ട് അതിൽ നിന്ന് അവരുടെ വൈഫിലെ നമ്പറിലേക്കും അവന്റെ അച്ഛന്റെ നമ്പറിലേക്കും അമ്മേന്റെ നമ്പറിലേക്കും ഇവര് മെസ്സേജ് അയച്ചു. ഇങ്ങനെ എനിക്ക് എമർജൻസി ആണ്, എനിക്ക് എത്രയും പെട്ടെന്ന് 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് വേണം എന്നിട്ട്. അപ്പോ അവിടെ എടുക്കുന്ന കോൾ വന്നു. തിരിച്ച് വൈഫും പിന്നെ അവർ അച്ഛനൊക്കെ കോൾ ചെയ്തു, എന്തിനാണ് എനിക്ക് എമർജൻസിക്ക്. അപ്പോ ഇവൻ പിന്നെ മെസ്സേജ് അയച്ചു, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, ഞാൻ കമ്പനിയിലാണുള്ളത്, കമ്പനിയിൽ പെട്ടെന്ന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ ചോദിക്കുന്നുണ്ട്, അപ്പൊ കൊടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുള്ളൂ. ഇത് ചിലപ്പം ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് പൈസ തിരിച്ച് നമ്മുടെ സാലറി തന്നെ നമുക്ക് റീഎംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ആണോ എന്നല്ല പറഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ഡൗട്ടായി. സാധാരണ പിന്നെ അപ്പൊ തന്നെ അവരെ വൈഫ് പറഞ്ഞു, ഈ മെസ്സേജ് അയക്കുന്നത് രീതി മാറ്റണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഓരോരുത്തരും മെസ്സേജ് അയക്കുന്ന രീതി എങ്ങനെയാണെന്ന്. ഇപ്പൊ ഞാനിപ്പോ എന്റെ വൈഫായിട്ട് സംസാരിക്കുമ്പോൾ ഞാനിപ്പോ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. അവളും അതേപോലെ തന്നെ വൈഫ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കറിയാം എങ്ങനെയുള്ള ടൈപ്പാണ് ഇവർ നോർമലായിട്ട് അയക്കുന്നത്. അപ്പൊ ഇവരെ വൈഫിന് ഡൗട്ടായി, ഇത് മൂപ്പർ നമനെ പോലെ ഇല്ലല്ലോ, ഭർത്താവിന്റെ മെസ്സേജ് പോലെ ഇല്ലല്ലോ, കാണുമ്പോൾ ഒരു വേറെ മെസ്സേജ് ആണല്ലോ ഉള്ളത്, വേറെ ആൾക്കാരെ ടൈപ്പ് ചെയ്ത പോലെയാണല്ലോ, മൂപ്പർ ഷോർട്ട് ആയിട്ടുള്ള മെസ്സേജ് അയക്കുക, ഇവര് ഫുള്ള് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഇവർക്ക് ഡൗട്ടായി. അപ്പൊ പറഞ്ഞു, അവർ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു പൈസ കൊടുക്കാൻ വരട്ടെ, അവിടെ വെയിറ്റ്. അപ്പൊ അവരെന്താ പറഞ്ഞു വെച്ചാൽ ഗൂഗിൾ പേ ചെയ്താൽ മതി, ഗൂഗിൾ പേ ചെയ്തിട്ട് ഗൂഗിൾ പേന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവർ ചെയ്തിട്ടില്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല. അപ്പൊ ഇവരോട് വെയിറ്റ് ചെയ്തു. അപ്പൊ അവർ അച്ഛൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, വോയിസ് അയച്ചിട്ട് പറഞ്ഞു വാട്സപ്പിലെ കൂടി, മോൻ ആദ്യം നമ്മുടെ വിളിക്ക്, എന്നിട്ട് ഞാൻ പൈസ അയക്കാം, നീ പുറത്തിറങ്ങുമല്ലോ എങ്ങനെയായിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോകാം, എന്നിട്ട് എന്നെ വിളിക്ക്, എന്നിട്ട് പൈസ എടുക്ക കാര്യം പറ, എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം, പൈസ ഇപ്പൊ ഉണ്ടാവും, അപ്പൊ പറഞ്ഞാൽ തന്നെ ഞാൻ അയക്കാം, പക്ഷെ മോൻ ഒന്ന് കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി പൈസ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ടൈമും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് വെയിറ്റ് ചെയ്തു ഇരുടാകുന്നത് വരെ, കാരണം ഈ ഇരുട്ടത്ത് വേഗം രക്ഷപ്പെടാനുള്ള ഇതില. അവിടെ CCTV ക്യാമറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരറിഞ്ഞുകൊണ്ടാണ് ആ റൂമിലേക്ക് കൊണ്ടുപോയത് തന്നെ. അപ്പൊ ഇവരെന്താക്കി, രാത്രി ആകുമ്പോഴേക്കും ഈ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാ സാധനവും എടുത്തു. ആകെ അവന് ആ ലഗേജ് വലിയ ലഗേജ് മാത്രമേ ഉള്ളൂ, അവന്റെ ഡ്രസ്സിന്റെ ലഗേജ്. അതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവരെടുത്തിട്ടുണ്ടായിരുന്നു. വെറും 2 ട്രൗസറും ഷഡിയും മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാം എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവനെന്തായി, രാത്രി 11 മണിയെല്ലാം ആകുമ്പോഴേക്കും അവന് ബോധം തെളിഞ്ഞ്. അവൻ എണീച്ച് നോക്കുമ്പോൾ അവന് ഒന്നും ഭയങ്കര ഹാങ് ഓവർ ആയിട്ട് അവന് ഛർദിയൊക്കെ ഒന്നുമില്ല, അവിടെ തന്നെ ഛർദിച്ചു അവൻ എണീറ്റ പാടന്നെ. എന്നിട്ട് എങ്ങനെയൊക്കെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ കുടിക്കാൻ വെള്ളം, അതെടുത്ത് കുടിച്ചിട്ട് കുറച്ചു സമയം അവൻ ഇങ്ങനെ ഇരുന്നിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പോഴാണ് കുറച്ച് അവന് തെളിവ് വന്നപ്പോൾ ഫുൾ ഇരുടാണ്, റൂം ഫുൾ ഇരുട്, കാരണം ഇരുടായല്ലോ. എന്നിട്ട് രാത്രി ആയതുകൊണ്ട് ലാസ്റ്റ് അവൻ സ്വിച്ച് ഇട്ടിട്ട് നോക്കുമ്പോൾ അവന്റെ ലഗേജ് തുറന്നു കിടക്കാണ്. 2-3 ട്രൗസർ ഇതെല്ലാം ഉണ്ട്, ബാക്കി ഒരു സാധനവും ഇല്ല. കയ്യിൽ ബ്രേസ്ലെറ്റ് ഇല്ല, പിന്നെ മാലയില്ല, റിംഗ് ഇല്ല, ഒന്നുമില്ല. ഫോൺ നോക്കുമ്പോൾ ഫോണും ഇല്ല, പേഴ്സും ഒന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ കുറെ സർട്ടിഫിക്കറ്റ് പേപ്പറൊക്കെ ഇങ്ങനെ വെതറി കിടക്കണം. അപ്പൊ നോക്കുമ്പോൾ ജെറോക്സ് എടുത്ത പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. എന്നാൽ ഈ പരനാറികൾ തന്നെ പറയട്ടെ, ഇവരെന്നാലും ഡോക്യുമെന്റ്സ് എങ്കിലും എടുത്തു വെക്കണ്ടേ, ഇവന്റെ ഡോക്യുമെന്റ്സ് എങ്കിലും ഫയലിൽ അവിടെ പുറത്ത് വെക്കണ്ടേ, അതുവരെ അവർ എടുത്തു കൊണ്ടുപോയി. അവസാനം ഇവൻ ആകെ കരച്ചിലായി, വിളിയായി. അവസാനം ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ പുറത്തുള്ള റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, എവിടെ പോന്നു പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് പോകാനാ, ചാവി എവിടെയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇതാ ചാവി അവിടെ ഉണ്ട്, ഏതാ നമ്പർ റൂം? അപ്പൊ നമ്പർ റൂം പറഞ്ഞു, ഇതാണ് 100 നമ്പറാ, 101 നമ്പർ റൂമാന്ന് പറഞ്ഞു. അപ്പോ എവിടെ, മറ്റേ പൈസ അടച്ചിട്ടില്ല, നിങ്ങളൊരു ആരോ വന്നിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് പൈസ വേണ്ടേ, പൈസ എടുക്ക്, ഇന്നത്തെ വാടക എടുക്കെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, വാടക എടുക്കാൻ പൈസ ഇല്ലാണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അന്നേരം പറഞ്ഞു, അതെങ്ങനെ ശരിയാവുക, എനിക്കറിയില്ല, കാരണം ഇവര് കൂട്ടിക്കൊണ്ടുവന്നതാണ്, അവരെ കൂട്ടിക്കൊണ്ടുവന്ന് എനിക്കറിയില്ല, എനിക്ക് ഇവിടെ പൈസ വെച്ച് നിങ്ങൾ അറിയാൻ മതി. അന്നേരം പറഞ്ഞു, ഒന്ന് ഫോൺ തരുമോന്ന്. അങ്ങനെ എന്തിനാ ഫോൺ, നിങ്ങളുടെ ഫോൺ ഉണ്ടാവില്ല. ഇല്ല, എന്റെ ഫോണും ഒക്കെ കളവ് പോയിന്ന്. എവിടുന്നാ പോയെന്ന് ചോദിച്ചപ്പോ ഇവിടുന്നാ പോയതെന്ന്. അപ്പൊ അവരാകെ പേടിച്ചു, ഇവിടുന്ന് പോയതാ, എനിക്കൊന്ന് പോലീസിനെ വിളിക്കണം. അയ്യോ, നടക്കുന്ന പരിപാടിയല്ല, പോലീസിനൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്നാ എനിക്ക് എന്റെ വീട്ടിലേക്ക് വിളിക്കണം. അങ്ങനെ അവർ ഫോൺ കൊടുത്തു. അങ്ങനെ നമൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവരെ അച്ഛനൊക്കെ പെട്ടെന്ന് തന്നെ കാർ എടുത്തിട്ട്
എല്ലാവരും കരഞ്ഞുകൊണ്ട് കാറെടുത്തിട്ട് വന്നിട്ട് ഇവനെ വണ്ടിയിൽ കയറ്റിയപ്പോൾ ഇവന് പിന്നെയും ഛർദിക്കാം, വൊമിറ്റിങ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി നിയറസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവനെ ചെക്കപ്പ് ചെയ്തു. അപ്പൊ നോക്കുമ്പോൾ അവന് ബോധം പോകാത്തത് കൊണ്ട് മറ്റേ സ്ലീപ്പിംഗ് പിൽസിന്റെ ടാബ്ലറ്റ്സ് എക്സ്ട്രാ ഡോസ് കൊടുത്തതാ. അവർ പറഞ്ഞു ഇനിയും കൂടി കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആള് തട്ടിപ്പോകും. ഭാഗ്യത്തിന് ഇവർക്ക് കുറച്ച് ഒരു വിൽ പവർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടത് മാത്രമാണ്. ഇത് എവിടെ നിന്നാണ് സ്ലീപ്പിംഗ് പിൽസ്? ഇവര് സൂസൈഡ് വല്ലതും അറ്റംപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ല, ഇങ്ങനെയുള്ള സംഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ FIR ഫയൽ ചെയ്യണം, ഇങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പുതിയ ട്രിക്കാണ് ഇവരത്. അപ്പോ ഇതെന്തായാലും പോലീസ് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ ഇവന്റെ വൈഫിന്റെ അച്ഛൻ ജഡ്ജാണ് അവിടുത്തെ, ന്യൂഡൽഹി ജഡ്ജാണ്. അപ്പൊ മൂപ്പർക്ക് ഇത് വിളിച്ചു പറഞ്ഞു. മൂപ്പർ FIR ഫയൽ ചെയ്തു. അപ്പൊ മൂപ്പർ നല്ല സ്ട്രോങ് ആണല്ലോ ആള്. സോ അതുകൊണ്ട് തന്നെ മൂപ്പർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. എങ്ങനെയാണെന്നറിയില്ല, ഇവര് ഫുള്ള് പരതാൻ തുടങ്ങി. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യം ഇവന് ജീവൻ രക്ഷപ്പെട്ട്. പിന്നെ അവനെ സർട്ടിഫിക്കറ്റ്, ഇവനെന്താ പറഞ്ഞാൽ എനിക്ക് പൈസയോ കാര്യമോ ഒന്നും തന്നെ വേണ്ട, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ, എന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ പോലീസ് മൊത്തം ഭയങ്കര ഫോഴ്സ്, മേലെ നിന്നൊക്കെ ഭയങ്കര പ്രഷർ വന്നു പോലീസിന്. അവസാനം പോലീസൊക്കെ ഭയങ്കരമായിട്ട് പരതലായി, എല്ലായിടത്തും തപ്പലായി, അവിടെ ഇവിടെയൊക്കെ അനൗൺസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവൻ എന്താക്കി, ഒന്നും നടക്കൂല എന്ന് ഇവന് മനസ്സിലായി. ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പോ 2 മാസമായി 3 മാസമായി സർട്ടിഫിക്കറ്റ് പരതിക്കൊണ്ടിരിക്കുകയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല. അങ്ങനെ ഇരിക്കെ ഇവൻ എന്താക്കി, ശരി ഇനി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് DG പ്രൊഫൈലിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് നമ്മൾ പിന്നെയും കോഴ്സസ് ഒക്കെ ചെയ്ത് രണ്ടാമതും അപ്ഗ്രഡേഷൻസിനുള്ള കോഴ്സസ് ഒക്കെ ഇവൻ പിന്നെ രണ്ടാമത് പോയി മുംബൈയിലൊക്കെ പോയി ചെയ്തു. STCWന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാം ഉണ്ടാക്കുമ്പോഴേക്കും ഏകദേശം 1 വർഷം എടുത്തു വന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പൈസയും പോയി, എല്ലാം പോയി. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന പൈസയും സമയവും എല്ലാം കൂടി അവന് നഷ്ടപ്പെട്ടു. 1 വർഷത്തിന് ശേഷം അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അവൻ പുതുക്കി ഉണ്ടാക്കി. എന്നിട്ട് അവൻ എന്താക്കി, ഒരു പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജന്റിനെ കണ്ട് സംസാരിച്ച് അവസാനം എല്ലാം കഴിഞ്ഞതിന് മാത്രമേ ഞാൻ പൈസ തരത്തുള്ളൂ എന്നുള്ള ആ ഡീലിൽ വന്നു. അങ്ങനെ ആ കമ്പനിയിൽ ആ ഏജന്റാണ് നമ്മളെ കമ്പനിയിലേക്ക് അയച്ചു വിട്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ആയി. അങ്ങനെ അവൻ ഇന്ന ദിവസം നിന്നെ വിളിക്കും എന്ന് പറഞ്ഞ് ഇവൻ ഇരുത്തിക്കുന്ന സമയത്ത്, അതായത് വീട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. ഇങ്ങനെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് റിസീവ് ചെയ്തോളൂ. അങ്ങനെ ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയി സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് മൊത്തം ഫുള്ള് ചളിയും പാൻബാഗ് ചവച്ചിട്ട് തുപ്പിയ ആ റെഡ് കളറും ഒക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ പകുതിയും കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടുന്ന ഇത് കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന്റെ സൈഡിൽ നിന്നാണ് കിട്ടിയത്. അതും ഏതോ ഒരു വ്യക്തി ഇങ്ങനെ അതിലേക്കൂടി നടന്നു പോകുമ്പോ ഇങ്ങനെ കിട്ടിയിട്ട് അവസാനം പോലീസ് സ്റ്റേഷനിൽ, അതായത് അവിടുത്തെ റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പൊ റെയിൽവേ പോലീസാണ് ഞങ്ങൾക്ക് ഇത് ഇൻഫോം ചെയ്തത്. അങ്ങനെ കിട്ടിയതാണ് ഈ സർട്ടിഫിക്കറ്റ്. പക്ഷെ നിങ്ങളെ പാസ്പോർട്ട് ഒന്നും അതിലില്ല, പാസ്പോർട്ട് നിങ്ങളെ CDC ഒന്നും അതിലില്ല, വെറും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് വല്ലാത്ത ദേഷ്യം പിടിച്ചു. കാരണം സർട്ടിഫിക്കറ്റിന്റെ കോലൊക്കെ കണ്ടപ്പോ ഇവന് വല്ലാത്ത ദേഷ്യം പറഞ്ഞു. ഇവൻ പറഞ്ഞു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് FIR ഫയൽ ചെയ്യാണ്, എനിക്ക് ആളെ എന്തായാലും വേണം, ആളെ കിട്ടിയേ പറ്റുമെന്ന്. അപ്പൊ പോലീസിന് പിന്നെയും തലവേദനയായി. ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മതി, ഇപ്പൊ പറയുന്നു നിങ്ങൾ ആളെ വേണമെന്ന് പറയുന്നു. അപ്പോ അതെന്തായാലും ഇപ്പൊ ഇങ്ങനെ ആക്കിയതിന്റെ പേരിൽ അവർ ആളെ എന്തായാലും തപ്പിപ്പിടിക്കണ്ടേ എന്ന് പറഞ്ഞു ഇവൻ. അവസാനം പിന്നെയും അവർക്ക് മേലെ കൂടുതൽ പ്രഷർ ആക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവര് തപ്പലായി, എനിക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും ഇതുവരെയായിട്ട് അറിയില്ല. അപ്പൊ ഇതായിരുന്നു കാര്യം. എന്നിട്ട് അങ്ങനെയാണ് ലാസ്റ്റ് ഇവൻ ഷിപ്പിലേക്ക് കയറിയത് വേറൊരു ഏജന്റ് ത്രൂ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയെല്ലാം രീതിയിലാണ് ഏജൻസികൾ പറ്റിക്കുന്നതെന്ന്. അപ്പൊ ഇതുപോലെ എന്താ പറഞ്ഞ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്, അതായത് പറ്റിപ്പോകാൻ വേണ്ടി നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട്. അപ്പൊ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടൊക്കെ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട്. ജെന്യൂൻ ആണെന്നെങ്കിൽ അറിഞ്ഞത് മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും പറ്റുള്ളൂ, അവരുമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനും പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ച ഒരു ഏജൻസിനൊന്നും ഒരിക്കലും നമ്മൾ പോയി പിടിക്കാൻ പാടില്ല. ഒരു ഏജൻസിനെ പിടിക്കുന്നുണ്ടെങ്കിൽ അവർ RPSL അണ്ടർ വരുന്നതാണോ എന്ന് ചിന്തിക്കുക. അതായത്
DG ഷിപ്പിംഗ് ഒരു ഇതിന്റെ അതായത് എംബോയ്സിനെ കയറ്റാനും ഇറക്കാനും അവരുള്ള മറ്റുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു RPSO സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കും. ഓക്കെ, ആ RPSO സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ ജെനുവിൻ ആണെന്നുണ്ട് നോക്കണമെങ്കിൽ RPSO നമ്പർ DG പ്രൊഫൈലിൽ പോയിട്ട് അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും ഓൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, അവരുടെ മൊത്തം ഡീറ്റെയിൽസ് ഏജൻസിന്റെ. സോ അതെല്ലാം പ്രോപ്പർ ആണെന്ന് കണ്ടതിന് ശേഷം മാത്രം ഏജൻസി ത്രൂ പോവുക കേട്ടോ. സോ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.